എൻ്റെ വിഷൻ എന്നുള്ളത് 2033 ആകുമ്പോഴേക്കും 30 കണ്ണാശുപത്രികൾ വരണം. എവിടെ? കേരളത്തിലും പിന്നെ GCC-യിലൊക്കെ ആയിട്ട് 30 എണ്ണമാണ് ഞാൻ കൗണ്ട് ചെയ്തിട്ടുള്ളത്. അത് 30 എണ്ണം കൗണ്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനാണ്. 1000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് 2033 ആകുമ്പോഴേക്കും വരണം. എക്സലന്റ്. അതാണ് എൻ്റെ ഒരു വിഷനായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇത് എൻ്റെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളിൽ തന്നെയാണ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ഉണ്ടായ ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാനായോ? അത് ഫുള്ളായിട്ട് പേ ചെയ്യാൻ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഞാൻ പുതിയ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നതിന്റെ മുന്നേ അതിന്റെ ബാധ്യതകൾ തീർക്കും എന്നുള്ളത് എൻ്റെ ബ്രദേഴ്സിനോട് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അത് പാലിച്ചു. ഇപ്പൊ കണ്ട വിഷൻ അതൊക്കെ പൂർണ്ണമായും നടക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ്. 100% വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ 6 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇതിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്ത് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതാക്കുന്നത്. നിങ്ങൾ കേട്ടു, ഹിദായത്തുള്ള എന്ന ആ പ്രവാസി അദ്ദേഹം നാട്ടിൽ വന്ന് ചെറിയ ഒരു അവസരം വന്നപ്പോൾ ഒരു സംരംഭക മോഹം വന്ന് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെയും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെറിയ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു ഐ ക്ലിനിക്കായി തന്നെ. അടുത്ത 6 വർഷത്തിനുള്ളിൽ 1000 പേർക്ക് തൊഴിൽ കൊടുക്കുക, 30 സ്ഥാപനങ്ങൾ തുടങ്ങുക. ഇത്തരം സംരംഭങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. നിരവധി പേർ നമ്മുടെ നാട് വിട്ടു പോവുകയാണ്. ആ വിട്ടു പോകാതിരിക്കണമെങ്കിൽ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ നാടിന് വേണ്ടത്.